വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അവരുടെ ആ വാക്കിൽ നിച്ചു നിശുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾക്ക് പിന്നിലായി നിന്നു. അവൾക്ക് സങ്കടം വന്നു. അങ്ങനെയൊന്നുമല്ല, ഈ ചേച്ചിയെ കാണാൻ വന്നതാണെന്ന് പറയാൻ തോന്നി. പക്ഷെ പറഞ്ഞാൽ തൊണ്ടയിടും കരയുമാണെന്ന് എല്ലാവർക്കും മനസ്സിലായാലും അവൾ യേശുവിൻ്റെ പുറത്ത് മുഖമമർത്തി നിന്നു. പിന്നെ ആൻറ്റി പറഞ്ഞ സത്യം, വളരെ വലിയ സത്യം. പക്ഷേ ആൻറ്റിയുടെ മകളെയല്ല എന്നെയാണ് ചുറ്റിക്കറങ്ങാൻ കിട്ടാത്തത്. ഒരു ഡോക്ടറായി പോയില്ലേ, അതിനെ തിരക്കുകൾ മാറ്റിവെച്ച് കാമുകിയുടെ കൂടെ എപ്പോഴും കറങ്ങാൻ എനിക്ക് താല്പര്യമില്ല. റോണ അങ്ങനെ പറഞ്ഞത് മനു മുഖമുയർത്തി അവനെ നോക്കി. ചുറ്റുമുള്ളവർക്ക് എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങിയിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. പറഞ്ഞു തീരട്ടെ, തീരുമ്പോൾ അറിയാമെന്നുള്ള ഭാവമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. അത് ശരിയാണ്, റോണ വലിയ ഡോക്ടറല്ലേ, അല്ലാതെ കോളേജ് പയ്യനൊന്നും അല്ലല്ലോ കറങ്ങി നടക്കാൻ. പ്രേമൊരു ചിരിയോടെ തന്നെ അതിനെയും നേരിട്ടു. ആൻറ്റി, അവൾ അവളുടെ ചേച്ചിയെ കാണാൻ വന്നതാണ്, അല്ലാതെ ആൻറ്റി കരുതുന്ന പോലെയല്ല. യേശുവിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ജിച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് റോണി തിരി കടുപ്പത്തിൽ തന്നെ പ്രേമിയോട് പറഞ്ഞു. ആദ്യം മുതൽക്ക് അവിടെ വർത്താനം പിടിച്ചിട്ടില്ല ചെക്കന്മാർക്ക് ഇപ്പോൾ പറഞ്ഞത് ഒട്ടും പിടിച്ചിട്ടില്ല. അതാണ് സത്യം. ആ, പറയാൻ കാരണമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പ്രേമ മറുപടി പറഞ്ഞത് റോണി നോക്കിയത് റോണിയാണ്. ഈ തള്ളെ നീയായിട്ട് പറഞ്ഞു വിട്ടോ, അതാ എല്ലാവർക്കും നല്ലത് എന്നായിരുന്നു അവൻ്റെ നോട്ടത്തിന് പിന്നിൽ. അതിനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ആ ചിരി റോണിക്ക് പറ്റിയില്ല. ഈശ്വരുദ്രൻ്റെ അടുത്ത് വന്നിരുന്നു. നിച്ചു ദേവിക്കൊപ്പം അവരെല്ലാവരെയും നോക്കി നിന്നു. എന്തോ അവിടെ നിൽക്കുമ്പോൾ എന്താ പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ദേവി അവളുടെ കൈ വിട്ടില്ല. അവൾ പോകുന്ന അറിയാവുന്നത് കൊണ്ട് അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു വെച്ചു. അമ്മേ, കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്ക്. വാമിക പറയുമ്പോൾ പ്രേമ അവളെ നോക്കി പേടിപ്പിച്ചു. പറയാനുള്ളത് പറയണല്ലോ, അതിനാണല്ലോ വന്നത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ പയ്യനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. പ്രേമ പറയുമ്പോൾ ദേവി റോണയെ നോക്കി. ദേവിയുടെ നോട്ടം കണ്ടതും അവൻ കണ്ണു ചിമ്മി കാണിച്ചു. രുദ്രൻ യേശുവിനെ നോക്കി. അവൾ പ്രേമയെ തന്നെ നോക്കിയിരിക്കുവാണ്. അനുവിൻ്റെ അമ്മയുടെ സ്വഭാവമാണ് അനുവിനെന്ന് യേശുവിന് തോന്നി. കാണാനും ഒരുപോലെയാണ്, സ്വഭാവവും അങ്ങനെ തന്നെ. എന്നും തുറന്നു പറയുന്ന പ്രകൃതം. ഈശോർ പറയുന്നത് കേൾക്കാൻ കണ്ണുപിടുത്തിയിരിക്കുന്നുണ്ട്. രുദ്രൻ അത് കണ്ടതും ഒന്ന് ചിരിച്ചു. വിവാഹം കഴിഞ്ഞാലും ഞങ്ങളുടെ മകളെ ഞങ്ങളുടെ കൂടെ നിർത്തേണ്ടി വരും. റോണവിന് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാം, അതിന് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഇനി അതിന് പറ്റില്ലെങ്കിൽ റോണവും എൻ്റെ മകളും വിവാഹം കഴിഞ്ഞാൽ വേറെ വീടെടുത്ത് താമസിക്കണം. ഞങ്ങളുടെ മകളെ ഈ വീട്ടിൽ നിർത്താൻ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പ്രേമ പറഞ്ഞു നിർത്തുമ്പോൾ അവരുടെ കണ്ണുകൾ രുദ്രനിലായിരുന്നു. അവരുടെ നോട്ടത്തിന് പിന്നിലെ ഉൾക്കൂത്ത് മനസ്സിലായത് കൊണ്ടാവും അവൻ കൈമുഷ്ടി ചൂട്ടിപ്പിടിച്ച് ഉള്ളിലെ ദേഷ്യം അവൻ നിയന്ത്രിച്ചു. എല്ലാവരും പ്രേമയെ തന്നെ നോക്കിയിരുന്നു. അവർ പറഞ്ഞ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല, രുദ്രനൊഴിച്ച്. നിങ്ങൾ പറഞ്ഞ ആ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ദേവിയാണത് ചോദിച്ചത്. എല്ലാവരുടെയും ഉള്ളിലും അത് തന്നെയായിരുന്നു. അതെ, ആദ്യം നിങ്ങളുടെ മകളെ ഇവിടെ നിർത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് പറയൂ, എന്നിട്ട് പോരെ വേറെ വീട് വെക്കലും മാറലും വിവാഹമൊക്കെ. മോഹൻ ദേവിക്കൊപ്പം പറഞ്ഞു നിർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ റോണയിലായിരുന്നു. അവരെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നെഞ്ചത്ത് കൈപിണിച്ച് കെട്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാരണം, ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഉള്ള സ്ഥലത്ത് എന്നെ മോളം നിർത്തുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. രുദ്രനെ നോക്കി അവരത് പറഞ്ഞു നിർത്തിയതും എല്ലാവരും പകപ്പോടെ അവരെ നോക്കി. എന്നാൽ യേശു മാത്രം നോക്കിയത് രുദ്രനെയായിരുന്നു. അവൻ പ്രേമയെ തന്നെ നോക്കിയിരിക്കുവാണ്. പൊട്ടാൻ പാകമായി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് അവനെന്ന് അവൾക്ക് തോന്നി. മനസ്സിലായില്ല. ദേവി നിച്ചുവിൻ്റെ കൈവിട്ട് പ്രേമയ്ക്ക് നേരം നടന്നുകൊണ്ടാണത് ചോദിച്ചത്. ഏയ്, വേറെ ഒന്നുമല്ല. നല്ല തങ്കം പോലുള്ളൊരു ഭാര്യ വീട്ടിലുണ്ടായിട്ട് നിങ്ങളുടെ മൂത്ത മകൻ കണ്ണിൽ കണ്ട പെണ്ണുങ്ങളെ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അടുത്തിരുന്ന അനുവിനെ പിടിച്ചു വലിച്ച് അവളുടെ കവളിൽ റോണ തല്ലി കഴിഞ്ഞിരുന്നു. മിണ്ടാതിറങ്ങി പോകുന്ന അനാമിക, നിനക്ക് നിന്റെ തള്ളക്ക് നല്ലത്. ഇതുവരെ ഞാൻ മിണ്ടാതിരുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള കണക്കുകൂടുകളെല്ലാം എൻ്റെ വീട്ടുകാരും അറിയട്ടെന്ന് കരുതിക്കൊണ്ട് മാത്രം. അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ എൻ്റെ മേക്കിട്ട് കയറും. അത് പാടില്ല. നീ എന്താണോ, നിന്റെ ഫാമിലി എന്താണോ എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആയിക്കോട്ടെ മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് ഞാൻ കരുതി. അതാ ഒന്നും മിണ്ടാതെ വായു പൂട്ടി ഞാൻ ഇവിടെ ഇരുന്നത്. അല്ലാതെ നിന്റെ തന്തയെ പോലെ ഉണ്ടാക്കാനായത് കൊണ്ടല്ല. പക്ഷെ നിന്റെ ഈ തള്ള എൻ്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞ വാക്ക് അതെനിക്ക് പറ്റില്ല. കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് തീരെ പറ്റില്ല. അതുകൊണ്ട് പോ, നമ്മൾ തമ്മിലുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോടി. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും അവനിൽ കാണാത്ത അത്രയും ദേഷ്യം. മുഖമാകെ ചുവന്നു തൊടുത്ത് കയ്യിലെ ഞരമ്പൊക്കെ പൊങ്ങി ആ ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിൽ. ഈശോ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ ലിച്ചയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുവാണ്. അനിയൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ആർക്കായാലും വേദനിക്കില്ലേ? വേദനിക്കും. ഇച്ച
അവളുടെ തേങ്ങിക്കൊണ്ടുള്ള ശബ്ദം കേട്ടതും രുദ്രൻ ദേഷ്യത്തിൽ നിൽക്കുന്ന റോണയെയും കരഞ്ഞുകൊണ്ട് കവിളിൽ കൈവച്ചുകൊണ്ട് അവനെ പകപ്പോടെ നോക്കുന്ന അനുവിനെയും ഒന്ന് നോക്കിക്കൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണിൽ വെള്ളം നിറച്ച് അവനെ നോക്കിക്കൊണ്ട് ചുണ്ടു വെതുമ്പി ഇരിക്കുന്നവൾ നോക്കുവാണ്. ഏയ് ഒന്നുമില്ലടാ. രുദ്രൻ യേശുവിനെ അവനെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് പതി അവളുടെ നെറുകയിൽ തലോടി. യേശു ഒന്നും മിണ്ടാതെ അവനെ നെഞ്ചിൽ ചേർന്നിരുന്നു. സങ്കടം ഉണ്ടാവും അവനക്ക്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആരുടെ ഉള്ളൊന്ന് പതറും. നീ എൻ്റെ മകളെ തല്ലിയല്ലേ? വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ ഈ വീട്ടിൽ എൻ്റെ മകളുടെ അവസ്ഥ എന്താവും? അമ്മായിയമ്മക്ക് മൂത്ത മരുമകളെ മാത്രമേ കണി പിടിക്കൂ. പ്രേമ റോണക്ക് നേരെ ചാടിക്കടിക്കുമ്പോൾ എല്ലാവരും അവരെ തുറച്ചു നോക്കി നിന്നു. എന്തൊക്കെയാണ് സ്ത്രീ വിളിച്ചു പറയുന്നത്? ദേവിയുടെ മുന്നിൽ വന്നു നിന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? എനിക്ക് എൻ്റെ മൂത്ത മരുമകളെ മാത്രമേ കണ്ണിൽ പിടിക്കാമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്താ? നിങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ നിങ്ങളെയും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് തോന്നാൻ മാത്രം എന്താ ഇവിടെ നടന്നത്? ദേവിയുടെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് ചോദിക്കുമ്പോൾ പ്രേമ അനുവിനെ നോക്കി. ദേവിയുടെ കണ്ണുകൾ പ്രേമയെ തുടർന്ന് അനുവിലേക്ക് ചെന്ന് നിന്നു. അനു പതർച്ചയോടെ ദേവിയെ നോക്കാതെ തലതാഴ്ത്തി. അത് കണ്ടതും ദേവിയുടെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിടർന്നു. ഞാൻ കുറച്ചു മുമ്പ് എന്നെ കണ്ണിൽ കണ്ട കാര്യമാ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ മരുമകളെ മാത്രം വിളിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയില്ലേ? അതൊരു നല്ല പ്രവൃത്തിയാണോ? എൻ്റെ മകളും ഈ വീട്ടിലെ മരുമകളാവാൻ തന്നെയാണ് പോകുന്നത്. അവളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹമൊന്നും എനിക്ക് എൻ്റെ മകളോട് നിങ്ങൾക്കുള്ള പോലെ തോന്നിയില്ല. പ്രേമദേവിയുടെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് പറയുമ്പോൾ ദേവി അവരെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അനുവിനെ നേരെ തിരിഞ്ഞു. എനിക്കിനി നിന്റെ അമ്മയോട് സംസാരിക്കണ്ട. അവരോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആ പറഞ്ഞതിനുള്ള മറുപടി കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോടാണ്. മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുന്ന അനു ദേവി പറഞ്ഞതും അവരെ നോക്കി. എല്ലാം കയ്യിൽ നിന്ന് പോകുന്നത് അവൾ അറിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൾ റോണയെ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയാണ്. പക്ഷേ ഞാൻ നിന്നോട് നേരത്തെ വന്നപ്പോൾ ചോദിച്ചതല്ലേ എന്തെങ്കിലും കഴിക്കാൻ വേണോന്ന്? നിനക്ക് വേണമെങ്കിൽ അപ്പോൾ എന്നോട് പറയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിച്ചു കഴിക്കുമ്പോൾ നിനക്കും കഴിക്കാമായിരുന്നു. പക്ഷെ നീ പറഞ്ഞതെന്താ? നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. കൂടുതൽ നിർബന്ധിച്ച് വായിൽ വെച്ച് തരുന്ന സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ നിർബന്ധിക്കും ചെയ്തില്ല. അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. നീ കാണുന്നുണ്ടോ അതിലൊരു തെറ്റ്? അത് പിന്നെ ഏയ് നിങ്ങളോടല്ല, നിങ്ങളുടെ മകളോടാ എൻ്റെ ചോദ്യം. അവൾ പറയട്ടെ. ഇടയ്ക്ക് കയറി എന്തോ പറയാൻ വന്ന പ്രേമയെ ദേവി തടഞ്ഞു. ദേവിയുടെ നോട്ടം മുഴുവനും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവളായിരുന്നു. എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല. പിന്നെ എപ്പോഴാണ് നിനക്ക് അങ്ങനെ തോന്നിയത്? നീ പറയാതെ നിന്റെ അമ്മ ഒരിക്കലും ഇങ്ങനെ ഒരു വിഷയം ഇവിടെ എടുത്തിടില്ല. അതുകൊണ്ട് നീ പറ, സത്യത്തിൽ എന്താണ് നിന്റെ പ്രശ്നം? ദേവി വീണ്ടും ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവൾ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അവളുടെ ആ കണ്ണീർ കണ്ടിട്ട് പോലും റോണക്കൊന്നും തോന്നിയില്ല. അവളുടെ അമ്മ കുറച്ചു മുമ്പ് പറഞ്ഞ വാക്കുകളും അവൾ ഫോണിൽ അവനോട് പറഞ്ഞ വാക്കുകളും ഒക്കെയായിരുന്നു അവൻക്കുള്ളിൽ. എനിക്ക് നിലവിലിപ്പോൾ ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ. അതായിരിക്കുന്നവൾ മാത്രമാണ്. അവളോട് കാണിക്കുന്ന സ്നേഹവും കരുതലൊക്കെ നിങ്ങൾ ഈ വീട്ടിലെ മരുമകളായി വന്നാൽ ഉണ്ടാവും. ഞാൻ ആരോടും വേർതിരിവ് കാണിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ശരിയായിരിക്കാം. അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും തോന്നാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഞാൻ കണ്ടു വരുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ മരുമകളാണെന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല. ദേവി പറയുമ്പോൾ അതിന് മറുപടിയൊന്നുമില്ലാതെ അങ്ങനെ നിന്നു. പ്രേമദേശത്തിൽ ദേവിയെ നോക്കുന്നുണ്ട്. ആ നോട്ടം രുദ്രനിലെത്തിയപ്പോൾ ഭയമായി മാറി. ഒരുമാതിരി ഭാവത്തിൽ അവരെ തന്നെ നോക്കിയിരിക്കുന്ന അവൻ്റെ കണ്ണുകളെ കണ്ടതും അവരൊന്ന് ഭയന്നു. പ്രേമ ആ നിമിഷം തന്നെ രുദ്രനിൽ നിന്ന് മുഖം തിരിച്ചു. രുദ്രൻ അവരെ നോക്കി പൂച്ചിച്ച ശേഷം നെഞ്ചിൽ കിടക്കുന്നവൾ നോക്കി. ഒന്നും മിണ്ടാതെ ദേവിയെ തന്നെ നോക്കി കിടക്കുകയാണ് അവൾ. എന്തോ അനു അങ്ങനെ പറയുമെന്നോ ചിന്തിക്കുമെന്നോ ഒന്നും യേശുവിന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നിച്ചുവിനെ പോലെ മാത്രമേ അനുവിനെയും കണ്ട ദിവസം മുതൽ കരുതിയിട്ടുള്ളൂ. പക്ഷേ അവൾക്ക് അങ്ങനെ ആയിരുന്നില്ല. ചേച്ചിയായിട്ട് അവൾ കണ്ടിട്ടില്ല. അവൾക്ക് ഈ കുടുംബം ഒരു അധികപ്പറ്റായ പോലെയാണ് ഈ സംസാരമൊക്കെ കേട്ടപ്പോൾ യേശുവിന് തോന്നിയത്. റോണ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല റോണ. അമ്മ പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. നിനക്ക് അറിയില്ലേ എനിക്ക് നിന്നെ ജീവനാണെന്ന്? എല്ലാം അവസാനിപ്പിച്ച് പോകാനൊന്നും പറയല്ലേടാ. അവൻ്റെ ഷർട്ടിനെ കോടലിൽ പിടിച്ചുലച്ചുകൊണ്ട് അനു കരയുമ്പോൾ എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി. എവിടെയെങ്കിലും ആത്മഹത്യ ഉണ്ടോയെന്ന്. ആ കണ്ണീർ സത്യമാണ്, സ്നേഹമുള്ളതാണ്. റോൺ ഒരു ചിരിയോടെ അവൻ്റെ ഷർട്ടിലുള്ള അവളുടെ പിടി അയച്ചു. അനുപ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നിന്നെ ഇഷ്ടമാണ് അനാമിക. പക്ഷേ നിന്നെ ഞാൻ സ്വീകരിക്കുന്ന നിമിഷം, എൻ്റെ ജീവിതത്തിലേക്ക് നീ വരുന്ന നിമിഷം എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ കുടുംബത്തെയാണ്. എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണ്. അവരൊന്നുമില്ലാതെ റോണയില്ല അനാമിക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എൻ്റെ മകൾക്ക് വിവാഹ വാഗ്ദാനം കൊടുത്ത് അവളെ കെട്ടിയില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. എൻ്റെ മകളെ നീ തന്നെ കെട്ടിക്കാൻ എനിക്ക് അറിയാം. അവൻ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് പ്രേമ ഇടയ്ക്ക് കയറി പറഞ്ഞതും റോണയും മനുവും ഒരുപോലെ അവരെ നോക്കി. രണ്ടുപേരുടെയും മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നത് അവരോടുള്ള ദേഷ്യമായിരുന്നു.
അമ്മ ദയവ് ചെയ്ത് ഞങ്ങൾ സംസാരിക്കാൻ സമ്മതിക്ക്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാ അമ്മ എല്ലാവർക്കും മുമ്പിൽ നിന്നും വിളമ്പി പ്രശ്നമാക്കിയത്. അതുകൊണ്ട് ഇനി ഞാൻ സംസാരിച്ചോളാം. അമ്മ മിണ്ടാതിരിക്ക്. പ്രേമയ്ക്ക് നേരാണ് ചീറുമ്പോൾ പ്രേമ അവളെ തുറച്ചു നോക്കി. പിന്നെ പല്ല് കടിച്ചുകൊണ്ട് സെറ്റിയിലിരുന്നു കൊണ്ട് അരവിന്ദനെ നോക്കുമ്പോൾ ഒരു വേദനയോട് അനുവിനെ നോക്കിയിരിക്കുവാണ് അദ്ദേഹം. റോണ, നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം. എൻ്റെ അമ്മ പറയുന്നതൊക്കെ മായിച്ച് കളയും. നീ പറയുന്നത് കേട്ട് നിന്റെ ഭാര്യയെ ഞാൻ ഈ മാൻഷനിൽ തന്നെ നിന്നോളാം. എനിക്കൊരു പരാതി ഉണ്ടാവില്ല. അവൾ പറയുവാണോ കരയുവാണോ എന്നൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് അവളുടെ സംസാരത്തിന് മുകളിൽ അവൾ കരയുവാണ്. റോണ പ്ലീസ്, നീ എന്തെങ്കിലും ഒന്ന് പറ. നിനക്ക് എന്നെ വേണ്ടേ? പക്ഷെ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല റോണ. ഞാൻ ചത്തുപോകും. അവളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൾ തുടച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. റോൺ ഒന്നും മിണ്ടാതെ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തു. ആ നിമിഷം തന്നെ അവനൊരു പൊട്ടിക്കരച്ചിലൂടെ അവനെ നെഞ്ചിലേക്ക് വീണു. റോൺ അവളുടെ മുതുകിൽ തട്ടിക്കൊണ്ട് അവളെ സമാധാനിപ്പിച്ചു. എല്ലാവരും അവരെ രണ്ടുപേരെയും നോക്കിയിരുന്നു. അവരുടെ ജീവിതമല്ലേ, എന്തൊക്കെയായാലും അവരല്ലേ ജീവിക്കേണ്ടത്. അതുകൊണ്ട് അവർ തീരുമാനിക്കട്ടെ എന്നൊരു ഭാവമായിരുന്നു റോണിയുടെ ഫാമിലിക്ക്. അനാമിക. കുറച്ചു സമയത്തിന് ശേഷം അവളുടെ കരച്ചിൽ നിന്നതും അവൻ പതിയെ അവളുടെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. അനു അവളിൽ നിന്നും അകന്നു മാറി സങ്കടത്തോടെ അവനെ നോക്കി. കണ്ണുകൾ പിന്നെയും ഒഴുകിയിറങ്ങാൻ തുടങ്ങി. അതവൻ്റെ ആ വിളി കേട്ടത് കൊണ്ടായിരുന്നു. ഈ ഒരു ചെറിയ കാരണം കൊണ്ട് നീ എന്നെ വേണമെന്ന് വെക്കാണോ? ഞാൻ പറഞ്ഞില്ലേ, ഓരോന്ന് കാലച്ച് കൂട്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ചെയ്തു. അതൊക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, എനിക്ക് നിന്റെ ജീവനായത് കൊണ്ടല്ലേ. അനു ഓരോന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും കരയുവാണ്. റോണ രണ്ട് വിരലുകളും കൊണ്ട് നെറ്റിയിലൊന്ന് ഒഴിഞ്ഞു. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്ന് അവൻക്ക് അറിയുന്നില്ല. അതായിരുന്നു അവൻ്റെ അവസ്ഥ. എന്തൊക്കെയോ ആലോചിച്ച് രണ്ടും കൽപ്പിച്ച് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അനാമികക്ക് അറിയാലോ, എനിക്കെല്ലാം എൻ്റെ ഫാമിലിയാണ്. അവരാണ് എനിക്കെല്ലാം. ഇന്ന് നിന്റെ അമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാവും അതിൽ പകുതി നീ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അങ്ങനെയൊക്കെ ഇപ്പോൾ തന്നെ നിനക്ക് തോന്നി തുടങ്ങിയാൽ മുന്നോട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞതല്ലേ റോണ, ഇനി ഞാൻ ഇതുപോലൊന്നും പറയില്ല, ചെയ്യില്ല, ചിന്തിക്കില്ല. എനിക്ക് നിന്നെ മാത്രം മതി റോണ. നിന്റെ ഇഷ്ടങ്ങൾ മതി എനിക്ക്. ഞാൻ നീ പറയുന്ന പോലെ ജീവിച്ചോളാം, എല്ലാം കേട്ടോളാം. എന്നെ വേണ്ട പറയില്ല റോണ, എല്ലാം അവസാനിപ്പിക്കാൻ പറയല്ലേ. അവൾ വീണ്ടും കരയുവാണ്. റോണ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. ജീവനായി കണ്ടവളാണ്, പാതിയായി സ്വപ്നം കണ്ടവളാണ്. ഇപ്പോഴും വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല. അവളുടെ കണ്ണുനീർ അവൻ ഉടലിനെ കത്തിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അനു തളർച്ചയോടെ സെറ്റിയിലേക്കിരുന്നു. വയ്യ, ഇനി അവൻ തീരുമാനിക്കട്ടെ. റോണ കണ്ണുകൾ തുറന്നു. കണ്ണുനീർ തിങ്ങി നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൻ നോക്കിയത് അവനെ തന്നെ നോക്കിയിരിക്കുന്ന ദേവിയാണ്. റോണ യേശുവിൻ്റെ അടുത്തിരിക്കുന്ന ദേവിക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് ദേവിയുടെ മടിയിലേക്ക് അവൻ്റെ മുഖം പൂഴ്ത്തി വെച്ചു. ദേവിയുടെ കൈകൾ അവൻ്റെ തലമുടിയിലും യേശുവിൻ്റെ കൈകൾ അവൻ്റെ ഷോൾഡറിലും മുറുക്കി. എൻ്റെ കുട്ടിക്ക് അവൾ മതിയെന്നാണെങ്കിൽ അവൾ തന്നെ മതി. അവൾ നിനക്ക് ജീവന എന്നതിന് തെളിവല്ലേ നിൻ്റെ ഈ കണ്ണീര്. അവൾക്ക് നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് സംഭവിച്ചു പോയതാ ഇങ്ങനെയൊക്കെ. നിന്നെ അവൾക്ക് ഒറ്റയ്ക്ക് വേണമെന്ന് തോന്നി തുടങ്ങിയത് കൊണ്ടാവും. അതൊക്കെ അവൾക്ക് മനസ്സിലായി കാണും. ഈ ബന്ധം മുന്നോട്ട് പോയാൽ ഞങ്ങൾ ആരും തന്നെ നിന്നെ അകലില്ല. ആ ഒരു ഉറപ്പ് നിനക്ക് ഞാൻ തരാം. അതെ, ഏട്ടൻ ഇതിന് സമ്മതിക്കണം. അവൾക്ക് ഏട്ടനോടുള്ള ഇഷ്ടക്കൂടുതലിൽ നിന്നും ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അതൊക്കെ മാറും. ഇപ്പം തന്നെ പറഞ്ഞു പോയ തെറ്റ് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. തലതായിട്ട് ആരുടെയും മുഖത്തേക്ക് നോക്കാതെ ഇരിക്കുന്നവളെ നോക്കി യേശു പറയുമ്പോൾ റോണി മുഖം പോയി യേശുവിനെ നോക്കി. ആ നോട്ടം അവളിൽ നിൽക്കാതെ അവൾക്ക് അപ്പുറത്തിരിക്കുന്ന അവൻ്റെ ഏട്ടനെ ചെന്ന് നിന്നു. റോൺ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. രുദ്രന്റെ കണ്ണുകൾ അവനിലായിരുന്നു, നിറഞ്ഞിരിക്കുന്നവൻ്റെ കണ്ണുകളിൽ. അവൻ്റെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിയ രുദ്രന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. 4 മക്കളിൽ ഒട്ടും ദേഷ്യമോ വാശിയോ ഇല്ലാത്തവനാണ്. എന്തും ഏതും മോഹനോടും ദേവിയോടും ഏട്ടനോടും ചോദിച്ചിട്ട് മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. പഠിക്കുന്ന കാലം തൊട്ടൊക്കെ അവൻ പെൺകുട്ടികളെ കറക്കുകയായിരുന്നു. അല്പം കോഴിത്തരം കയ്യിൽ നിന്നൊഴിച്ചാൽ അവൻ നല്ലവനാണ്. പക്ഷേ ആ പ്രവൃത്തി കൊണ്ടൊരു ദോഷവും ആർക്കും ഉണ്ടായിട്ടില്ല. ഏട്ടാ, ഞാൻ റോണയുടെ ശബ്ദം കേട്ടതും രുദ്രൻ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അവനക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുവാണ്. എന്താടാ അവൻ്റെ കലങ്ങിയ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഒരു ഏട്ടൻ്റെ കരുതലും സ്നേഹവും മുഖത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ റോണിയുടെ കരച്ചിൽ ഒന്നുകൂടി കൂടുകയാണ് ചെയ്തത്. അയ്യേ, നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ഞങ്ങളുടെ വില കൂടി കളയലടാ. കണ്ണൻ കളിയോടെ പറയുമ്പോൾ റോണ അവനെ ഒന്ന് നോക്കി. റോണ നോക്കിയതും കണ്ണൻ കണ്ണൊന്ന് ചിമ്പി കാണിച്ചു. അതെ, കരഞ്ഞുകൊണ്ട് നിൽക്കേണ്ട സമയമല്ല റോണ. അത് നീ വളരെ ചിന്തിച്ച് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. നിന്റെ ജീവിതമാണ്, അത് നിന്റെ കയ്യിലാണ്. അതെന്തായാലും എങ്ങനെയായാലും ഞങ്ങൾ സമ്മതിക്കും. റോണി കൂടി അങ്ങനെ പറഞ്ഞത് റോണ ഒന്നും മിണ്ടാതെ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി.
അവനൊരു അഭിപ്രായം പറയുന്നില്ല. പറഞ്ഞാലൊരു ധൈര്യമായിരുന്നു. ഇതിപ്പോൾ അവൻ മൗനമായി നിൽക്കുമ്പോൾ റോണക്കൊരു പേടി. ഏട്ടാ, ഏട്ടനൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? നിന്റെ ജീവിതം, നിന്റെ തീരുമാനം. അതിലൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഭാവിയിൽ നിനക്കൊരു സങ്കടം വന്നാൽ അതിന് കാരണം ഞാനാണെന്നൊരു തോന്നൽ നിനക്ക് വന്നാലോ? അവൻ്റെ ആ ചോദ്യത്തിന് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുമ്പോൾ റോണക്ക് കൂടുതൽ സങ്കടമായി. രുദ്രനിൽ നിന്നും പ്രതീക്ഷിക്കാത്തൊരു മറുപടി. അവൻ ഇങ്ങനെ പറയുന്നവൻ കരുതിയില്ല എന്നതാണ് സത്യം. രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി.